ഹലോ ഹായ് അസ്സാമു അലൈക്കും ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. കറൻ്റ്ലി ഡിസംബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 4 മാസം കൂടി നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളൂ. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് എന്നറിയാം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രീൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കെമിസ്ട്രി ഇനി പഠിക്കാമെന്ന്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 4 മാസത്തെ സ്ട്രാറ്റജിയാണ്. മീൻസ് ഇപ്പോൾ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 4 മാസം നിങ്ങൾ കൂട്ടുക. പിന്നെ ഏപ്രിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടി ഞാൻ വിട്ടുതന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഡിസംബർ ഓൾറെഡി 11 ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് 11 ആയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞു ലേറ്റ് ആണ്. ഇനി നിങ്ങൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കവർ ചെയ്യാനും കഴിയൂല. അപ്പോൾ ഇനി ലേറ്റ് ആക്കരുത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ച കുറച്ച് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കുറച്ച് 4 മാസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ ഡിസംബറിൽ ഇപ്പോൾ ഒരു ട്രാക്കിൽ കയറാൻ ടൈം എടുക്കുകയാണെങ്കിൽ ജനുവരി മുതൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മുതലേ പഠിക്കേണ്ടതെന്നല്ല, ഇന്ന് മുതലേ എന്തായാലും പഠിക്കാനിരിക്കണം. നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീക്കായിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 4 മാസത്തെ പ്ലാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്താ അറിയോ ചെയ്യേണ്ടത്? ഇപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ കഥ പറയാം. കെമിസ്ട്രി എനിക്ക് ഓൾറെഡി എപ്പോഴും മോഡറേറ്റ് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. മീൻസ് ഭയങ്കര ഈസി അല്ല, ഭയങ്കര ടഫല്ല. എല്ലാ വർഷവും എനിക്ക് ഫിസിക്സും ബയോളജിയും ടഫാവുന്ന സമയത്ത് അതിന് നടുക്ക് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിസ്ട്രി. മീൻസ് അതിന് നടുക്ക് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ അതെങ്ങനെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി NCERT ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം 4 മാസം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, 4 മാസം 4 മന്ത്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ 4 മാസത്തിൽ 2.5 മാസം കൊണ്ട് നിങ്ങൾ ഫുൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. തിയറി കോൺസെപ്റ്റ്സും ബേസൊക്കെ ബിൽഡ് ചെയ്തിരിക്കണം. അതിന് ശേഷമുള്ളതിലാണ് പിന്നെ 1.5 മാസം ബാക്കി ഉണ്ടാവില്ലേ, ആ 1.5 മാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, റിവിഷൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എത്ര സമയം നമുക്ക് ബാക്കിയുള്ളൂ, ഈ സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ മന്ത് 1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ഇപ്പോൾ കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞുതരാം. മോൾ കോൺസെപ്റ്റ് അല്ലേ, മോൾ കോൺസെപ്റ്റ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാലേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാൻ പറ്റുള്ളൂ. +1 ഈ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഹൈഡ്രോ കാർബൺസ് പഠിക്കണം, ഐസോമെറിസം പഠിക്കണം, നോമൻക്ലേച്ചർ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ പഠിക്കണം. അത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കോഡ് വെച്ച് കാണാതെ പഠിക്കുക. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി നോക്കണേ. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ പഠിച്ചാൽ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനും അതെങ്ങനെയൊക്കെയാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെ വരുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററും പഠിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് മന്തിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു മാക്സിമം കെമിസ്ട്രിക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. ഒരു ഡേ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കണം. അപ്പോൾ കെമിസ്ട്രിക്ക് നിങ്ങൾ ഒരു ഡേ കൊടുക്കേണ്ടത് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടത് 1 മണിക്കൂർ നിങ്ങൾ ബേസിക്സ് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുക. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റത്തെ ഫിസിക്കൽ കെമിസ്ട്രി, അതിന് വേണ്ടി കൂടുതൽ ടൈം കൊടുക്കുക. പിന്നെ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിന് കൊടുക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ തിയറിക്ക് വേണ്ടിയിട്ടും തിയറി ടെക്സ്റ്റ് വായിക്കുകയാണ്. NCERT ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നെയിം റിയാക്ഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ ഓർഗാനിക് കെമിസ്ട്രി തിയറി പഠിക്കണം. പ്ലസ് നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ടുള്ള നോമൻക്ലേച്ചറിൻ്റെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് പഠിക്കണം. അതൊക്കെ ഈ പഠിത്തത്തിന് കൂടെ തന്നെ 45 മിനിറ്റ്സിൽ തീർക്കാൻ വേണ്ടി നോക്കുക. അടുത്ത 45 മിനിറ്റ്സിൽ നിങ്ങൾ ഇൻഓർഗാനിക് കെമിസ്ട്രി ലൈക്ക് പീരിയോഡിക് ടേബിൾ, കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 അവർ അതിന് കൊടുത്തു. 1 അവർ നമ്മൾ ഫസ്റ്റത്തെ ഫിസിക്കൽ കെമിസ്ട്രി കൊടുത്തു, 45 മിനിറ്റ്സ് ഓർഗാനിക് കെമിസ്ട്രി കൊടുത്തു, 45 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും പീരിയോഡിക് ടേബിൾ അതിന് വേണ്ടിയും കൊടുത്തു. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. 30 മിനിറ്റ്സ് നിങ്ങൾ കെമിസ്ട്രീൻ്റെ എടുത്തിട്ട് അതിൽ ഓൾറെഡി ചോദിച്ച ആ ചാപ്റ്ററിലൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ബേസ് കിട്ടും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് മോഡലിലാണ് ക്വസ്റ്റ്യൻ മാസ്റ്റർ ക്വസ്റ്റ്യൻ ഇടുന്നത് എന്നുള്ള മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിസിക്കൽ കെമിസ്ട്രി ഓർഗാനിക്കും ഇൻഓർഗാനിക്കും പഠിക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ലേ. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ മെയിനായിട്ട് ന്യൂമറിക്കൽസ് തന്നെ ചെയ്ത് പഠിക്കണം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും NCERTയിൽ. ആ ന്യൂമറിക്കൽസ് നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ തിയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് നോക്കി വായിക്കാം. നെയിം റിയാക്ഷൻസ് നിങ്ങൾക്ക് ഒരു ന്യൂസ് പ്രിന്റ് എടുത്തിട്ട് അതിൽ ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുക്കാം. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലൊക്കെ ടെക്സ്റ്റിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെക്കാം, ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, NCERTയിലുള്ള ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ അതിൽ തന്നെ കുറേ നോമൻക്ലേച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്.
അതൊക്കെ വേറെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി ഇനോർഗാനിക് പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ NCERT തന്നെ വായിക്കണം. NCERTയിൽ കുറേ പോയിന്റ്സ് ഉണ്ട്, അത് വായിക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എക്സെപ്ഷൻ ആയിട്ട് വരുന്ന ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ 3 മണിക്കൂർ കെമിസ്ട്രിക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാലും നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർ അടിക്കില്ല, കാരണം നമുക്ക് മാക്സിമം ആയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. ഇനിയും കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ദിശ പബ്ലിക്കേഷൻസിൻ്റെ NCERT ടാബ്ലറ്റ് കെമിസ്ട്രി. നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കണം, അതിന് വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്ക് വേണമെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ ഓരോ ടിപ്സും ട്രിക്സും കൊടുത്തിട്ടുണ്ട്. ഇനി 2025 പുതിയ സിലബസ് വെച്ചിട്ടാണ് ഈ ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുമല്ല ഓരോ സബ്ജക്റ്റിനും, ഇപ്പോൾ കെമിസ്ട്രിയിലുണ്ട്, ബയോളജിയിലുണ്ട് കേട്ടോ ഈ ബുക്ക്. ഓരോ സബ്ജക്റ്റിലൊക്കെ ഓരോ ലൈന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൈനിൽ ഏത് വർഷമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നോക്കി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചാണല്ലോ മനസ്സിലാവും. പിന്നെ ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കുറേ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, കുറേ ഡയഗ്രാംസ് ഇതിലുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ കുറേ ബോക്സസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെ റെഫർ ചെയ്യണം, എന്തൊക്കെ റെഫർ ചെയ്യേണ്ട എന്നുള്ളത്. ഇതിൻ്റെ കൂടെ അല്ലേ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ലൈൻ ബൈ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്താണുള്ളത് എന്നുള്ളത്, പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള ചെറിയ ടിപ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൈമിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ബോത്ത് +1 and +2 നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബയോളജിയിലും കെമിസ്ട്രിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നെമോണിക്സ്, റിയാക്ടിവിറ്റി, ഓർഡർ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെമോണിക്സും ഇതിൽ ഉണ്ട് കേട്ടോ. അവരവരുടേതായ നെമോണിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നെമോണിക്സ് ഉണ്ടാക്കിയിട്ട് പഠിക്കാം. കംപ്ലീറ്റ് കവറേജ് ഓഫ് NCERT ആണ്. മീൻസ് NCERT സിലബസിന് മൊത്തത്തിൽ 22 ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കാം, ആവശ്യമുള്ള ആൾക്കാർക്ക് പോയിട്ട് വാങ്ങിക്കാം, നോക്കാം. നല്ല ബുക്ക് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മുടെ കയ്യിൽ ഒരു NCERT എന്ന് പറഞ്ഞ സാധനം ഈ ഇത്ര എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ അത്രയും യൂസ്ഫുൾ ആണല്ലോ. പക്ഷേ ഇതിൽ മാത്രമല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ന്യൂമറിക്കൽസ് ചെയ്യണം, ഒരു ചാപ്റ്ററിന് 200 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റും കേട്ടോ. ഇനി സെക്കൻഡ് മന്ത് എന്ന് പറഞ്ഞാൽ ഹൈ സ്കോറിങ് സബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാസമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയാണ് നമ്മളിതിന് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഫിസിക്കൽ കെമിസ്ട്രി എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ സൊല്യൂഷൻസ് പഠിക്കണം, ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കണം, കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കണം, പിന്നെ സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻസ് ഒക്കെ പഠിക്കുക. അതാണ് ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ടൈം കൊടുക്കണം. ഇനി ഓർഗാനിക് ആണെങ്കിൽ ഹാലോ ആൽക്കെൻസ് ഉണ്ട്, ഹാലോ അയറിൻസ് ഉണ്ട്, ആൽക്കഹോൾ, ഫീനോൾ, ഈത്തർ, ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്, അമൈൻസ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഓർഗാനിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഓർഗാനിക്കിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ടത് ഫെബ്രുവരിയിലാണ്. എന്നാലും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മാർച്ച് ഏപ്രിൽ ആവുന്ന സമയത്ത് ഇതിലേക്ക് കോൺസെപ്റ്റ് അടിപൊളിയാക്കിയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പറഞ്ഞു, ഇനി ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞു. ഇനിയുള്ളത് ഇൻഓർഗാനിക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് S ബ്ലോക്ക്, P ബ്ലോക്ക് ബോത്ത് 11th and 12th പോർഷൻസ് നോക്കണം കേട്ടോ. പിന്നെ കോർഡിനേഷൻ, കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുക്കേണ്ടത് NCERT ടേബിൾ, NCERTക്കുള്ള കുറേ ടേബിൾ ഉണ്ട്, പിന്നെ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ആ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ തന്നെ എജുപോർട്ടിൻ്റെയും സൈലത്തിൻ്റെയും ഒക്കെ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് 2x സ്പീഡിലിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. നിങ്ങളൊരു ക്ലാസ് കാണുന്ന സമയത്ത് ഒരു 2x സ്പീഡിലിട്ട് കണ്ടോ, പക്ഷെ കാണുന്ന സമയത്ത് തന്നെ കയ്യിലൊരു പേപ്പറോ ഒരു ബുക്കോ വെച്ചിട്ട് വെറുതെ നോട്ട്സ് എങ്കിലും എഴുതിയെടുക്കാം. നമ്മൾ റണ്ണിങ് നോട്ട്സ് അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സ് എന്ന് പറയൂലേ, അത് നല്ല ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഇനോർഗാനിക് എത്ര പഠിച്ചാലും മാർക്ക് കയറാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ കുറേ എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സെപ്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണെന്ന് റിയാക്ടിവിറ്റി ഓർഡർ ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ എക്സെപ്ഷൻസ് ആണ് ശരിക്കും ഇനോർഗാനിക്കിൽ. നമ്മൾ എത്ര ടെക്സ്റ്റ് പോയി പഠിച്ചാലും പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടില്ല, അല്ലെങ്കിൽ ആൻസർ നമ്മൾ ശരിയാണെന്ന് വെച്ച് കുത്തുന്നത് തെറ്റായിരിക്കും. കാരണം അതിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി മന്ത് 3 എന്ന് പറഞ്ഞാൽ ഫൈനൽ സിലബസ് ആണ്. നമ്മൾ വീക്ക് ഏരിയാസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഫിസിക്കലിലാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ്, റെഡോക്സ്, പിന്നെ കൊളോയിഡ്സിൻ്റെ ഒക്കെ ചാപ്റ്റർ, പിന്നെ ഓർഗാനിക് ആണെങ്കിൽ ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, എവറിഡേ കെമിസ്ട്രി, ഇനോർഗാനിക് ആണെങ്കിൽ D ബ്ലോക്ക്, F ബ്ലോക്ക്, മെറ്റലർജി, ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എൻ്റെ സിലബസിൽ എന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഈ 3ാമത്തെ മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം സമയമില്ല, മാർച്ചായിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ റിവിഷൻ തുടങ്ങണം. നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ച ഫോർമുല ഷീറ്റ്സ്, നിങ്ങൾ ഓൾറെഡി സൊല്യൂഷൻസിലും ഇലക്ട്രോ കെമിസ്ട്രിയിലും കെമിക്കൽ കൈനറ്റിക്സിലും ഇക്വിലിബ്രിയത്തിലൊക്കെ എഴുതിയ ഫോർമുല ഷീറ്റ്സ് എടുത്ത് റിവൈസ് ചെയ്യാൻ തുടങ്ങണം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നൊരു ഫോർമാറ്റ് കൊടുക്കാം, എങ്ങനെയൊക്കെയാണ് ഞാൻ അന്ന് എഴുതുന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഡെയിലി രാവിലെ ഒരു 5:30 to 6 മണി എന്നുള്ള സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബ്രെയിനിൽ ഇങ്ങനെ നിൽക്കും. കുറേ കാലം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം അടുപ്പിച്ചൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ C.D. മൂസ, ഞാൻ വീണ്ടും പറയുന്നതാണ് C.D. മൂസ. അപ്പോൾ C.D. മൂസയിൽ നമുക്ക് ഒരു സീൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡയലോഗ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫോർമുല
എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി രാവിലെ അതെടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും എന്തൊക്കെയാണ് ഫോർമുല. ഇനി ഫോർമുല അങ്ങനെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ കാണാതെ പഠിക്കണ്ട കേട്ടോ, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ വെക്കണം. എന്നാലേ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ നിങ്ങൾക്ക് മാറ്റാൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ന്യൂസ് പ്രിന്റ് എടുത്തിട്ട് ന്യൂസ് പ്രിന്റോ റഫ് ബുക്കോ എന്തെങ്കിലും ആവട്ടെ അതിൽ നിങ്ങളെ സൈഡിൽ ഇങ്ങനെ എഴുതി പഠിക്കുക. അപ്പോൾ അതിനുള്ള സമയമാണ് ഫോർമുല ഷീറ്റ്സ് നോക്കാനും റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതലേ വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സമയമാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുള്ള മൊഡ്യൂളൊക്കെ അല്ലേ, ഈ മൊഡ്യൂളൊക്കെ നിങ്ങൾ ഓൾറെഡി NCERT വായിക്കുന്ന സമയത്ത് തന്നെ മൊഡ്യൂളും ചെയ്യാൻ വേണ്ടി നോക്കുക, മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി 4ാമത്തെ മാസം ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ്. നിങ്ങൾ ഡിസിഷൻ, നിങ്ങളെ റാങ്ക് എവിടെ വരാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും ഈ 4ാമത്തെ മാസം നിങ്ങൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ 4ാമത്തെ മാസം നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലായിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതാം. അപ്പോൾ ഒരു വീക്ക്ലി നിങ്ങളൊരു 2 കെമിസ്ട്രി ടെസ്റ്റ് എങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ കെമിസ്ട്രിയാണ് അത്ര ടഫുള്ള ആൾക്കാരാണെങ്കിൽ കെമിസ്ട്രി ടെസ്റ്റ് എടുക്കണം. പ്ലസ് ഒരു വീക്കെൻഡിൽ ഫുൾ മോക്ക് ടെസ്റ്റ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുള്ള മോക്ക് ടെസ്റ്റ് ചെയ്താൻ വേണ്ടി നോക്കുക. ഡെയിലി നിങ്ങൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും രാവിലെ ഫോർമുല ഷീറ്റ്സ് മൊത്തം റിവൈസ് ചെയ്യണം. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ചിട്ട് ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഹൈ വെയിറ്റേജ് ഏരിയാസ് ഇല്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓർഗാനിക്കിന് കുറേ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഉണ്ട്. പിന്നെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഐസോമെറിസം, നോമൻക്ലേച്ചർ, ഇതൊക്കെ ഉണ്ടല്ലോ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ളത്. ഇതൊക്കെ വീണ്ടും ഒന്ന് കോൺസെപ്റ്റ് വായിച്ചു നോക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ അവസാനത്തെ മാസം നിങ്ങൾ എന്താണോ ഇത്രയും കാലം പഠിച്ചത് അതൊന്ന് റിവൈസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊണ്ടെടുക്കാൻ വേണ്ടി നോക്കണം. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് അറിയണം നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാണ് ഏതൊക്കെ പഠിച്ചില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താണോ നീറ്റിന് എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു ഡെയിലി റുട്ടീൻ പ്ലാനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. 3 മണിക്കൂറാണ് ഞാൻ കെമിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രിഫറബിളി രാത്രിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫിസിക്സ് രാവിലെ പഠിക്കും, ഒരു ബയോളജി ഒരു ഉച്ച ആ സമയത്താണ് ഞാൻ പഠിക്കലുണ്ടായിരുന്നത്. കെമിസ്ട്രി രാത്രി പഠിക്കും. അപ്പോൾ 3 മണിക്കൂറാണ് ഞാൻ രാത്രി കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 3 മണിക്കൂറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തു, 1 മണിക്കൂർ ഫിസിക്കൽ കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തു. ഒരു 45 മിനിറ്റ്സ്, ആ 45 to 50 മിനിറ്റ്സ് അത് നിങ്ങൾക്ക് ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അത്ര സമയം ഞാൻ ഓർഗാനിക്കിന് വേണ്ടി കൊടുത്തു. ഓർഗാനിക് മെയിൻലി തിയറി നോക്കും, ബേസിക്സ് നോക്കും, പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ പിന്നുള്ളത് 45 മിനിറ്റ് ഇനോർഗാനിക്കിനാണ് കൊടുക്കുക. ഇനോർഗാനിക് ഞാൻ കറക്റ്റ് NCERT വായിക്കുക ചെയ്യുക, എക്സെപ്ഷൻസ് ഒക്കെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ അതിൻ്റെ ഓരോ റിയാക്ടിവിറ്റി ഓർഡറൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ഒരു 30 മിനിറ്റ് ഇത് മിക്സ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മൊഡ്യൂൾസിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഗൈഡിൻ്റെ ബാക്കിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ 3 മണിക്കൂർ എഫക്റ്റീവായി. പിറ്റേന്ന് രാവിലെ നിങ്ങൾ എന്താണോ തലേന്ന് പഠിച്ചത് അതിൻ്റെ ഫോർമുലാസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് റിവൈസ് ചെയ്യണം. അപ്പം തന്നെ നിങ്ങൾ ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി. ഈ കെമിസ്ട്രിയിൽ ഒരു 150+ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും എന്താ ആഗ്രഹം ഉണ്ടാവും, നല്ല മാർക്ക് വേണം, 180 എങ്കിലും 180 സ്കോർ ചെയ്യാൻ പറ്റണം എന്നല്ലേ. അപ്പോൾ 150+ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിർബന്ധമായിട്ട് ഫോർമുല ഷീറ്റ്സ് ഉണ്ടാക്കിയിരിക്കണം. അത് ഡെയിലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് കുറേ ന്യൂമറിക്കൽസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പെർ ചാപ്റ്റർ 50 ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്യണം. ഒരു 100-200 എന്തായാലും ചെയ്യണം. അപ്പോൾ മിനിമം 50 എങ്കിലും ചെയ്ത് നോക്കണം നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്തും ഈ ന്യൂമറിക്കൽസ് ചെയ്യേണ്ടത്. പിന്നെ ഓർഗാനിക്കിലേക്ക് പോകുന്ന സമയത്ത് NCERT വായിക്കുക, നെയിം റിയാക്ഷൻസ് വായിക്കണം, തിയറി സെറ്റ് ആക്കണം. അതിനുശേഷം ഓരോ റിയാക്ഷൻ മെക്കാനിസം കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്. അതിൽ നിന്ന് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് പ്രിന്റിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഓർഗാനിക്കും സെറ്റ് ആവും, ഉറപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനോർഗാനിക്. ഇനോർഗാനിക് ഞാൻ കംപ്ലീറ്റ്ലി NCERTയിലാണ് നോക്കുന്നത്. NCERTയിലുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഹൈലൈറ്ററിനോട് ഇട്ട് വെച്ചു ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും, ഷോർട്ട് നോട്ട്സിൽ എഴുതി വെക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പിന്നെ നീറ്റിന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാവില്ല. അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 3 ഭാഗവും നമ്മൾ അങ്ങനെ സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ബുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസും എക്സാം ഒക്കെ ചെയ്തതിന് സമയത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് മാറ്റി എഴുതി വെക്കാം. ഒന്ന് മാറ്റി ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങളൊരു എക്സാം കയറാൻ പോകുന്നതിന് മുന്നേ അതൊന്ന് മറിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ പിന്നെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തില്ല, അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടു, ഞാൻ അന്ന് ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു, ഇനി തെറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തെറ്റിക്കില്ല. അപ്പോൾ ആ മിസ്റ്റേക്സും സെറ്റായി. അങ്ങനെയാണ് ഒരു 4 മാസം കൊണ്ട് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുക. ഇതിനൊക്കെ വേണ്ടിയതൊരു ഡിറ്റർമിനേഷനാണ്. ഞാൻ പഠിക്കും, എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും വേണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു മെത്തേഡ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് ഉണ്ടാവും.
അപ്പം ഓൾ ദ ബെസ്റ്റ്. പറ്റാവുന്നത്ര പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, എല്ലാവരും ഡ്രീമിലേക്ക് എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും നമ്മൾ കുറച്ച് ടിപ്സ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.